സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ MCQ സെക്ഷനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് വൈസ് MCQs നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പഠിച്ചതിന് ശേഷം കണ്ടു നോക്കുക. ഒരു എക്സാം എഴുതുന്ന ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെയിം കാര്യം തന്നെയാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു പേപ്പറും പേനും എടുത്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നിങ്ങൾ തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് മാർക്ക് നോക്കി വെക്കുക. അല്ലെങ്കിൽ എന്തായാലും ആൻസേഴ്സ് ഞാൻ പറയുന്നതിൻ്റെ മുന്നേ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം ഞാൻ പറയുന്ന ആൻസേഴ്സ് കേൾക്കുക. എന്നിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക മാത്രം ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുക അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സ്വേ ഓഫ് ഫ്രെയിം ഒപ്പോസ് ടു Option A symmetrical loading, Option B unsymmetrical loading and supports, Option C vertical load, Option D none of the above. അല്ലേ, ഏതാണ് ആൻസർ വരുന്നത്? സ്വേ ഓഫ് ഫ്രെയിം ഒപ്പോസ് ടു ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. അൺസിമെട്രിക്കൽ ലോഡിങ് ആൻഡ് സപ്പോർട്ട് ആണ്. അപ്പം നോക്കി വെക്കുക. സ്വേ ഓഫ് ഫ്രെയിം ഒപ്പോസ് ടു അൺസിമെട്രിക്കൽ ലോഡിങ് ആൻഡ് സപ്പോർട്ട് ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഇഫ് ദ ലെങ്ത് ഓഫ് കാൻഡിലിവർ ക്യാരിങ് ആൻ ഐസോലേറ്റഡ് ലോഡ് at its free end is doubled, the reflection of the free end will be Option A 8 times, Option B 1/8, Option C 1/3, Option D 2 times. അല്ലേ, ഏതാണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ 8 ടൈംസ് ആണ് ആൻസർ വരുന്നത്. നോക്കി നോക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. കേബിൾ ഇൻ എ suspension bridge supports load movement will be mainly by Option A shear, Option B bending, Option C torsion, Option D tension. അല്ലേ, ഏതാണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ടെൻഷൻ ആണ് അല്ലേ. ടെൻഷൻ ആണ് ആൻസർ വരുന്നത്. കേബിൾ ഇൻ എ സസ്പെൻഷൻ ബ്രിഡ്ജ് സപ്പോർട്ട്സ് ലോഡ് മൂവ്മെന്റ് വിൽ ബി മെയിൻലി ബൈ ടെൻഷൻ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. 4 എന്താണ് ക്വസ്റ്റ്യൻ? ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സിമെട്രിക്കൽ ലോഡിംഗ് ദ സ്ലോപ്പ് അറ്റ് ദ സെൻറ്റർ ഈസ്. അല്ലേ, എത്രയാണ് വരിക? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി മാക്സിമം, ഓപ്ഷൻ സി ഹാഫ് ഓഫ് ദ മാക്സിമം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അല്ലേ, നൺ ഓഫ് ദ എബോവ് ആണ്. ഏതാണ് ആൻസർ വരുന്നത്? ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സിമെട്രിക്കൽ ലോഡിംഗ് ദ സ്ലോപ്പ് അറ്റ് ദ സെൻറ്റർ ഈസ്. എന്താണ് സ്ലോപ്പ് അറ്റ് ദ സെൻറ്റർ ഈസ് എന്ന് പറയുന്ന സമയത്ത് 0 ആണല്ലേ വരിക. ഓപ്ഷൻ എ 0 ആണ് ആൻസർ വരുന്നത്. ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സിമെട്രിക്കൽ ലോഡിംഗ് ദ സ്ലോപ്പ് അറ്റ് ദ സെൻറ്റർ ഈസ് 0. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. മൊമെന്റ് ഏരിയ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് Option A shear force, Option B fixed end moment, Option C deflection, Option C deflection and slope, Option D bending moment. അല്ലേ, ഏതാണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 5 മൊമെന്റ് ഏരിയ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ആണ് ആൻസർ വരിക. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ് വരുന്നത്? ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ സെൻറ്റർ ഓഫ് എ ബീം അല്ലെങ്കിൽ ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ സെൻറ്റർ ഓഫ് എ ഫിക്സഡ് ബീം. അല്ലേ, fixed beam carrying a central point load when compared to simply supported beam reduced by Option A 1/3, Option B 1/2, Option C 3/4, Option D 1/4. അല്ലേ, ഏതാണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 6 the deflection at the center of a fixed beam carrying a central point load when compared to simply supported beam reduced by എത്ര ആണ് റെഡ്യൂസ് ചെയ്യുക? ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. 3/4 ആണ് റെഡ്യൂസ് ചെയ്യുക. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ദ സ്ലോപ്പ് അറ്റ് ബോത്ത് എൻഡ് ഓഫ് എ ഫിക്സ്ഡ് ബീം വിൽ ബി ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി മാക്സിമം, ഓപ്ഷൻ സി മിനിമം, ഓപ്ഷൻ ഡി ആവറേജ്. അല്ലേ, എത്രയാണ് വരിക? ദ സ്ലോപ്പ് അറ്റ് ബോത്ത് എൻഡ് ഓഫ് എ ഫിക്സ്ഡ് ബീം വിൽ ബി ഏതാണ് വരിക? ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻസർ എ ആണല്ലേ വരിക. 0 ആണ് ആൻസർ വരിക.
ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. 8 എന്താണ് ചോദിച്ചിട്ടുള്ളത്? when a fixed beam of span L is subjected to central point load W, then the fixing moments are option A WL by 4, option B WL by 12, option C WL by 8, option D WL by 16 അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ? when a fixed beam of span L is subjected to central point load W, then the fixing moments are, ഏതാണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? WL/8 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. എ ബീം ഓഫ് ലെങ്ത് L is simply supported over its both end if it is carrying a uniformly distributed load of W per unit length. The slope at its end is, അല്ലേ? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ വരുന്നത് W5WL3/24 ആണ്. ഓപ്ഷൻ ബി വരുന്നത് WL⁴/24 ആണ്. ഓപ്ഷൻ സി വരുന്നത് 5WP²/24 ആണ്. ഓപ്ഷൻ ഡി വരുന്നത് WL3/24 ആണ് അല്ലേ? ഏതാണ് ആൻസർ വരിക? എ ബീം ഓഫ് ലെങ്ത് L is simply supported over its both end if it is carrying, അല്ലേ? if it is carrying ആണ് a uniformly distributed load ആണ്. ഇത് വായിക്കുക. distributed load of W per unit length. The slope at its end is option D ആണ് അല്ലേ? WL3/24 ആണ് ആൻസർ വരിക. ഈ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. 3 hinged arches, അല്ലേ? 3 hinged arches. ഓപ്ഷൻ എ statically determinate structure, option B statically indeterminate structure, option C kinematically determinate structure, option D none of these അല്ലേ? ഏതാണ് ആൻസർ വരിക? 3 hinged arch അല്ലേ? 3 hinged arch ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ? സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റഡ് സ്ട്രക്ചർ ആണ് ഇത് വരുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് വരുന്നത്. 11 എന്താണ് ആൻസർ ക്വസ്റ്റ്യൻ വരുന്നത്? കാൻഡിലിവർ ബീം ഓഫ് എ ലെങ്ത് carrying L point load W at free end, then the deflection at fixed end is option A WL²L3/4EI, option B WL3/2EI, option C 0, option D WL3/EI അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? cantilever of length L carrying point load W at free end, then the deflection at fixed end ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഫിക്സ്ഡ് എൻഡ് വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? 0 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് എ കാൻഡിലിവർ ബീം ഓഫ് ലെങ്ത് L ആൻഡ് പോയിന്റ് ലോഡ് W അറ്റ് ഫ്രീ എൻഡ്. ഓപ്ഷൻ എ WL3/3EI, ഓപ്ഷൻ ബി WL3/8EI, ഓപ്ഷൻ സി WL3/8EI, ഓപ്ഷൻ ബി WL3/48EI ആണ്. ഓപ്ഷൻ സി WL3/8EI, ഓപ്ഷൻ ഡി WL3/16EI അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 12. ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് എ കാൻഡിലിവർ ബീം ഓഫ് ലെങ്ത് L ആൻഡ് പോയിന്റ് ലോഡ് W അറ്റ് ഫ്രീ എൻഡ്. ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. WL3/3EI ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് നോക്കേണ്ടത്. 13 എത്രയാണ്? എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് എ കാൻഡിലിവർ ബീം ഓഫ് ലെങ്ത് L carrying UDL W kN/m ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ WL⁴/8EI, ഓപ്ഷൻ ബി WL3/2EI, ഓപ്ഷൻ സി WL3/3EI, ഓപ്ഷൻ ഡി WL3/8EI അല്ലേ? ഏതാണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 13. The maximum deflection of a cantilever beam of length carrying UDL of W kN/m ആണ് അല്ലേ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. WL⁴/8EI ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. 14 ഏതാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ദ സെക്ഷൻ സബ്ജക്റ്റഡ് ടു ആക്സിയൽ പുൾ ആക്ടിംഗ് നോർമലി അക്രോസ് ദ സെക്ഷൻ, ദ സ്ട്രെസ് സെറ്റപ്പ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഡയറക്റ്റ് സ്ട്രെസ്, ഓപ്ഷൻ ബി കംപ്രസീവ് സ്ട്രെസ്, ഓപ്ഷൻ സി ടെൻസൈൽ സ്ട്രെസ്, ഓപ്ഷൻ ഡി ഷിയർ സ്ട്രെസ് അല്ലേ?
ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ടെൻസൈൽ സ്ട്രെസ് ആണ് ആൻസർ വരുന്നത്. എ സെക്ഷൻ സബ്ജക്റ്റഡ് ടു ആക്സിയൽ പുൾ ആക്ടിങ് നോർമലി അക്രോസ് ദ സെക്ഷൻ ആണ് അല്ലേ. ദ സ്ട്രെസ് സെറ്റപ്പ് ഈസ് നോൺ ആസ് ടെൻസൈൽ സ്ട്രെസ് ആണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. 15 വരുന്നത് ദ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഇൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഈസ് പ്ലേസ്ഡ് അറ്റ് ഓപ്ഷൻ എ സൈഡ് ഫൈബർ, ഓപ്ഷൻ ബി ബോട്ടം ഫൈബർ, ഓപ്ഷൻ സി നൺ ഓഫ് ദീസ്, ഓപ്ഷൻ ഡി ടോപ്പ് ഫൈബർ അല്ലേ. മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഇൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് ചോദിച്ചിട്ടുള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് ബോട്ടം ഫൈബറിലാണ് അല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. 16 ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ സ്ലോപ്പ്, ഓപ്ഷൻ ബി ലോഡ്, ഓപ്ഷൻ സി ഷിയർ ഫോഴ്സ്, ഓപ്ഷൻ ഡി ഡിഫ്ലക്ഷൻ അല്ലേ. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ വരുന്നത്? ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ലോഡ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17 ദ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഇൻ RCC കാൻഡിലിവർ ബീം അല്ലേ. കാൻഡിലിവർ ബീം ഈസ് പ്രൊവൈഡഡ് അറ്റ് ഓപ്ഷൻ എ ടോപ്പ് ഫൈബർ, ഓപ്ഷൻ ബി നൺ ഓഫ് ദീസ്, ഓപ്ഷൻ സി സൈഡ് ഫൈബർ, ഓപ്ഷൻ ഡി ബോട്ടം ഫൈബർ അല്ലേ. കാൻഡിലിവർ ബീമിൽ നമ്മൾ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് എവിടെയാണ് കൊടുക്കുക? കാൻഡിലിവർ ബീമിൽ നമ്മൾ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് ടോപ്പ് ഫൈബറിലാണ് അല്ലേ. നോക്കി വെക്കുക. സിംപ്ലി സപ്പോർട്ടഡിലാണെങ്കിൽ ബോട്ടം ഫൈബർ ആയിരിക്കും, കാൻഡിലിവറിലാണെങ്കിൽ ടോപ്പ് ഫൈബറിലായിരിക്കും. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, ടോപ്പ് ഫൈബർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18 വന്നിട്ടുള്ളത് ദ പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലെക്ചർ ഈസ് ദ പോയിന്റ് വേർ ഓപ്ഷൻ എ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈൻ, ഓപ്ഷൻ ബി ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 0, ഓപ്ഷൻ സി ബെൻഡിങ് മൊമെന്റ് ഈസ് സപ്പോർട്ടഡ്, ഓപ്ഷൻ ഡി ഷിയർ ഫോഴ്സ് ഈസ് 0 അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18 ഏതാണ് ആൻസർ വരുന്നത്? ദ പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലെക്ചർ ഈസ് ദ പോയിന്റ് വേർ ഓപ്ഷൻ എ ആണ് അല്ലേ. ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈൻ ആണ് അല്ലേ. അപ്പോൾ ദ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈനിലാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലെക്ചർ എന്ന് പറയുന്നത്. നോക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19 എന്താണ് ചോദിച്ചിട്ടുള്ളത്? എ ഫിക്സ്ഡ് ബീം ഓഫ് സ്പാൻ L ഈസ് ലോഡഡ് വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് W. ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി ഓപ്ഷൻ എ WL/6, ഓപ്ഷൻ ബി WL/16, ഓപ്ഷൻ സി WL/4, ഓപ്ഷൻ ഡി WL/8 അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? എ ഫിക്സ്ഡ് ബീം ഓഫ് സ്പാൻ L ഈസ് ലോഡഡ് വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് W. ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി WL/8 ആണ് അല്ലേ. WL/8 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് വരുന്നത്. 20 വരുന്ന സമയത്ത് ഏതാണ് ക്വസ്റ്റ്യൻ? എ ഫിക്സ്ഡ് ബീം ഓഫ് സ്പാൻ L ഈസ് ലോഡഡ് വിത്ത് UDL ഓഫ് W kN/m entire span. The maximum bending moment will be option A WL²/60, option B WL²/2, option C WL²/12, option D WL²/8 അല്ലേ. A fixed beam of span L ആണ് ഈസ് ലോഡഡ് വിത്ത് UDL ഓഫ് W kN/m entire span ആണ് ചോദിച്ചിട്ടുള്ളത്. ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി WL²/12 ആണ് അല്ലേ വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ പെർഫെക്റ്റ് ട്രസ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. സാറ്റിസ്ഫൈസ് ആണ്, ഇവിടെ സ്പേസ് ഉണ്ട്. എ പെർഫെക്റ്റ് ട്രസ് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ ഡാഷ് വേർ n ഈസ് ദ നമ്പർ ഓഫ് മെമ്പർ ആൻഡ് j ഈസ് ദ നമ്പർ ഓഫ് ജോയിൻസ് അല്ലേ. ഏതാണ് ആ ഒരു പെർഫെക്റ്റ് ഫ്രെയിമിന് നമ്മൾ പറയുക? ഓപ്ഷൻ എ JS ഈസ് ഈക്വൽ ടു JS 2n-3, ഓപ്ഷൻ ബി വരുന്നത് J ഈസ് ഈക്വൽ ടു 2n+3, ഓപ്ഷൻ സി n2j+3, ഓപ്ഷൻ ഡി n ഈസ് ഈക്വൽ ടു 2j-3 അല്ലേ. ഇതൊക്കെ
ഓക്കെ, നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. പിന്നെ ഓപ്ഷൻ ബിയും ഡിയുമാണ്. ജെ ഈസ് ഈക്വൽ ടു 2n+3യും ഓപ്ഷൻ ഡി n ഈസ് ഈക്വൽ ടു 2j-3 ആണ് അല്ലേ. ഏതാണ് നമ്മൾ പെർഫെക്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത്? പെർഫെക്റ്റ് ഫ്രെയിം എന്ന് പറയുന്ന സമയത്ത് n ഈസ് ഈക്വൽ ടു 2j-3 ആണ് അല്ലേ. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. n ഈസ് ഈക്വൽ ടു 2j-3 ആണ് ആൻസർ വരുന്നത്. അപ്പം ഇത്രയും 21 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാ സബ്ജക്റ്റും നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ച ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്ത് വെക്കുക അല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞ് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് എല്ലാ ഏരിയ നിങ്ങൾ കവർ ചെയ്തോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. റിവിഷനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഇതേ രീതിയിൽ തന്നെ പോർഷൻസ് കറക്റ്റ് നല്ല ടൈം ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.